കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ITI. ഇന്ത്യയിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഏക ITIയും ഇതാണ്. ഈ യൂണിറ്റ് നിലവിൽ വന്നതിനു ശേഷം 676 കോടി രൂപയാണ് ലാഭമുണ്ടാക്കിയത്. എന്നാൽ മറ്റ് 5 യൂണിറ്റുകളും നഷ്ടത്തിലായിരിക്കെ കഞ്ചിക്കോട് യൂണിറ്റിന്റെ പ്രോജക്റ്റിന് അനുവദിച്ച പണം വകമാറ്റിയാണ് അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത്. 931 കോടി രൂപ പ്രോജക്റ്റുകളുടെ പേരിൽ ITI കൈപ്പറ്റിയിട്ടുണ്ട്. 491 കോടി രൂപ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് വകമാറ്റി ഉത്തരേന്ത്യ യൂണിറ്റുകൾക്ക് ചെലവ് നടത്താൻ വേണ്ടി കൊണ്ടുപോയി. തങ്ങളുണ്ടാക്കുന്ന ലാഭമുപയോഗിച്ച് മറ്റ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിൽ പ്രശ്നമില്ലെന്നും എന്നാൽ പ്രോജക്റ്റുകൾക്കായി നീക്കിവെച്ച 491 കോടി രൂപ ഉത്തരേന്ത്യയിലെ ITIകൾക്കായി വകമാറ്റിയത് ശരിയല്ലെന്നുമാണ് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നത്. ITIയിലെ മുഴുവൻ ജീവനക്കാരും സമരത്തിലാണ്. ഇതോടെ ITIയെ ഏൽപ്പിച്ച ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, സാമൂഹിക സാമ്പത്തിക ജാതി സർവേ എന്നിവ തടസ്സപ്പെടും. കൂടാതെ BSNLനും MDLനും രാജ്യവ്യാപകമായി നൽകിവരുന്ന സാങ്കേതിക സഹായവും നിർത്തിവെച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ഓണത്തിന് ജീവനക്കാർക്ക് ശമ്പളം നൽകാത്തതും ITIയുടെ നവീകരണം നടത്താത്തതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഈ മാസം 24-ന് പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന കൂട്ട ഉപവാസവും സംഘടിപ്പിച്ചിട്ടുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.